ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്ലോഗ്സ് ഓഫ് ക്രിവ്യൻ കപ്പിൾസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ ഗൈസ്, തൃപ്പരപ്പിലോട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി മഴയും പെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ട് എന്താണാവോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചങ്കുകളെ, മഴ തീർന്നിട്ടുണ്ട്. ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വെള്ളറട വഴിയാണ് പോകുന്നത്. വെള്ളറട, നെട്ട, അതുവഴി നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ വഴിയാണ് നമ്മൾ തൃപ്പരപ്പ് കയറുന്നത്. അപ്പോൾ ആരൊക്കെയെന്ന് പറയാം. ഈ വണ്ടി ഓടിക്കുന്നത് എൻ്റെ അളിയനാണ്, എൻ്റെ വൈഫിൻ്റെ ബ്രദർ. വൈഫിൻ്റെ കൂടെ ഇരിക്കുന്നത് വൈഫിൻ്റെ നാത്തൂനാണ്, എൻ്റെ അളിയൻ്റെ വൈഫ് നാത്തൂൻ്റെ അമ്മയുമാണ്. നമ്മളൊരു ഫാമിലി ഫംഗ്ഷനായിട്ട് ഇവർ വീട്ടിൽ വന്നതാണ്. ഒരു വീട് വെള്ളറടയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ഒരു ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്താണ് പോയത്. ഇപ്പോൾ പോകുന്ന റൂട്ട് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു റൂട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു അവിടെ. നല്ല തണുത്ത കാറ്റും. വെള്ളറട എന്ന സ്ഥലം തന്നെ പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. കാരണം മലയ്ക്ക് മല, പാറകൾക്ക് പാറ, പുഴയ്ക്ക് പുഴ, അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ, എന്ന് വെച്ചാൽ കണ്ണിന് അത്ര കുളിർമേകുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെട്ടയാണ്. നെട്ട പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ഹോട്ടൽസും നല്ല ലൈവ് ഫുഡ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. നല്ല മഴ പെയ്താൽ വെള്ളം ഇങ്ങോട്ട് കയറും. അപ്പം പിന്നെ ഇങ്ങോട്ട് നമ്മളെ കടത്തി വിടത്തില്ല. ഇപ്പോൾ നമ്മൾ ബോർഡർ കഴിഞ്ഞാണ് കയറിയിട്ടുള്ളത്. ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡർ ഉണ്ടായിരുന്നു ഇവിടെ. അവിടെ ചെക്കിങ് ഉണ്ടായിരുന്നു. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കയറ്റി വിട്ടു. വലിയ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ, ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഞങ്ങളങ്ങനെ യാത്ര വന്നു. ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് തൃപ്പരപ്പ് ക്ലോസ് ചെയ്യുന്നത്. ഞങ്ങളിപ്പം 5:45 കഴിഞ്ഞു. അവിടെ കയറ്റി വിടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ തൃപ്പരപ്പ് എത്തിയിട്ടുണ്ട്. വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്ത്. ഇതൊരു ശിവക്ഷേത്രമാണ്. ശിവാലയം പോകുന്ന എല്ലാവർക്കും ഈ ക്ഷേത്രം അറിയാൻ പറ്റും. ശിവാലയം ഓട്ടം പോകുമ്പോൾ 3ാമത്തെ ക്ഷേത്രമാണ് ഇവിടുത്തെ ക്ഷേത്രം. അതിപുരാതനമായ ക്ഷേത്രമാണ്. ഞങ്ങളെ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തു. ഞങ്ങളങ്ങനെ നടക്കുവാണ്. എന്തായാലും കയറാൻ പറ്റും എന്നുള്ള ചെറിയ വിശ്വാസമുണ്ട്. 6 മണി ആയിട്ടേ ഉള്ളൂ. ക്ലോസ് ചെയ്താലേന്ന് അറിഞ്ഞൂടാ. ഗൈസ്, അപ്പോൾ പണി കിട്ടി. 6 മണിയായി, ക്ലോസായി, ഗേറ്റ് ക്ലോസായി. പിന്നെ വ്ളോഗ് ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ മാത്രം അകത്തോട്ട് വിട്ടു, ബാക്കി ആരെയും വിട്ടില്ല. ഇതാണ് നമ്മളെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എത്തിയ സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ 6 മണിക്ക് മുമ്പേ വരുന്നതിനെ വരണം, എന്നാലേ കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ കുളിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും സെക്യൂരിറ്റിക്കാർ അകത്തോട്ട് എല്ലാവരെയും പുറത്ത് കാക്കുകയാണ് ഇപ്പം കാണുന്ന കാഴ്ച. ആരെയും അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വിസിലടിച്ച് എല്ലാവരെയും പറഞ്ഞു വിടുകയാണ്. ആ ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അകത്തോട്ട് വിട്ടു. ഞാനങ്ങനെ തൃപ്പരപ്പിൻ്റെ സൗന്ദര്യം മൊത്തം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ഇപ്പം സെക്യൂരിറ്റി ഓഫീസർ മാത്രമേ അവിടെ ഉള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് നടക്കണ്ട, അവിടെ വഴുക്കലുണ്ട്, വെള്ളം വീഴുകയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും സേഫായിട്ട് തന്നെ പോയത്. ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളിതുവരെയും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെയും കുളിച്ചിട്ടുമില്ല. കുളിക്കാനുള്ള പ്ലാനിലല്ല വന്നത്. എന്തായാലും ഇനി ഒന്നും കൂടെ വന്ന് ഒരു ദിവസം ഇവിടെ കുളിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇത് കണ്ടപ്പോൾ ഇവിടെ കുളിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടിപൊളി ഒരു വെള്ളച്ചാട്ടം, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്നത് നമ്മൾ ഇതുവരെ ആദ്യമായിട്ടാണ് പോകുന്നത് തന്നെ. അതിപുരാതനമായ ശിവക്ഷേത്രവും അതിൻ്റെ ഒരു കൽമണ്ഡപവും ഒരു വെള്ളച്ചാട്ടവും നല്ലൊരു ഫീലാണ് ഇവിടെ ഉള്ളത്. ഒരു വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനും ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഫാമിലിയായിട്ട് വരാം ഇവിടെ. ഇതിൻ്റെ താഴെ എന്താണെന്ന് അറിയാൻ വേണ്ടി താഴോട്ട് പോകാൻ നോക്കിയപ്പോഴാണ് അവിടെ നിന്ന് ഒരു ബറ്റാലിയൻ ആളുകൾ ഇങ്ങോട്ട് വരുന്നു. സെക്യൂരിറ്റിക്കാർ അവിടെ നിന്ന് ഓട്ടിച്ചാണ്. ഇവരെല്ലാം അവിടെ ഒളിച്ച് നിൽക്കുകയായിരുന്നു.
സമയം കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് ഞാൻ ഒരു വഴക്ക് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം കയറി പോകുന്നത് തന്നെ. ഞാൻ എന്തായാലും റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് താഴോട്ടും കൂടെ പൊയ്ക്കോട്ടാൻ ചോദിച്ചപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാൽ കൂടുതൽ താഴോട്ട് പോകരുതെന്ന് പറഞ്ഞു. സമയം കഴിഞ്ഞു, അവർക്കെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളതാണ്, ഗേറ്റ് പൂട്ടണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ അവിടുന്ന് ഇപ്പം തന്നെ അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കയറിയതാ. എൻ്റെ ഭാര്യയ്ക്ക് എവിടെ പോയാലുമുള്ള ശീലമാണ് കമ്മൽ സെലക്ഷൻ. ഒന്നും വാങ്ങില്ല, പക്ഷേ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യും, എല്ലാം നോക്കും, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങത്തുള്ളൂ. എന്നാൽ അവിടെ ഒരു അരമണിക്കൂറോടെ സ്പെൻഡ് ചെയ്യും. നിങ്ങളുടെ ഭാര്യമാർ ഇങ്ങനെയാണോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ അവിടെ അങ്ങനെ തിരിച്ചു. പിന്നെ അപ്പുറത്തൊരു സ്പോട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരു ചെറിയ വെള്ളച്ചാട്ടവും പിന്നെ പാർക്കും ബോട്ടിങ്ങും അങ്ങനെ കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. നമ്മുടെ ഈ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിന് കൂടെ തന്നെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുരാതന ക്ഷേത്രമാണ്. നമ്മുടെ ശിവാലയ ഓട്ടം വരുന്നതിൽ 3ാമത് ക്ഷേത്രമാണ് തൃപ്പരപ്പ് മഹാദേവ ക്ഷേത്രം. ഇവിടെ തന്നെ ബോട്ട് ക്ലബ്ബ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബോട്ടിങ്, ചിൽഡ്രൻസ് പാർക്ക്, ഡാം, സിനിമ ഷൂട്ടിംഗ് ഏരിയ ഒക്കെ ഇവിടെ തന്നെയാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഈ മീനിനോട് ചേർന്ന് തന്നെ പാമ്പ് പോലത്തെ എന്തോ സാധനം, പാമ്പാണോ മീനാണോ എന്നറിയത്തില്ല, ചത്തൂങ്ങി കിടപ്പുണ്ട്. എന്തായാലും ഇവിടെ നല്ല വൃത്തിയുള്ള ഏരിയ ആണെന്ന് മനസ്സിലായി. നല്ല വഴുക്കുള്ള സ്ഥലമാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് വന്നത്. മോനെയും കൊണ്ട് അത്രയും സൂക്ഷിച്ചാണ് വന്നത്. എന്തായാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്പോട്ട് കാണാൻ പറ്റത്തില്ല, അവിടെ കുറച്ച് ഇങ്ങോട്ട് കയറി വന്നത്. നല്ലൊരു സ്പോട്ടായിരുന്നു. കാരണം വൈകുന്നേരമൊക്കെ ഒന്ന് ഫാമിലിയായിട്ട് ഇരിക്കാൻ പറ്റും, നല്ല കാറ്റും നല്ല തണുപ്പും വെള്ളച്ചാട്ടവും. വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഇവിടെ ചറുക്കുന്നുണ്ട്, സൂക്ഷിച്ചാണ് വരുന്നത്.
സിദ്ധു ഹായ്, സിദ്ധു സിദ്ധു ഹായ് പറ, ഹായ് ഹായ്. ഗൈസ് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. സമയം ഇപ്പോൾ 7 മണിയായി. നല്ല ഇരുട്ട് പണിയിട്ടുണ്ട്. ടാറ്റാ. 2 സൈഡും കാടായതുകൊണ്ട് തന്നെ വേറെ വണ്ടികളോ കടകളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നുള്ള അടുത്ത ലക്ഷ്യം. ഹായ് പറ. അപ്പോൾ ഇനിയും നല്ല നല്ല യാത്രാവിശേഷങ്ങളും നല്ല കാഴ്ചകളുമായിട്ട് ഇനിയും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഹായ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നവരേക്കും ബൈ.